നമസ്കാരം. ആറ്റുകാൽ ഭഗവതിയുടെ തിരുമുറ്റത്ത് ഭക്തിയുടെ കനലുകൾ എരിഞ്ഞപ്പോൾ അവിടെ വെന്തത് വെറും ഉണക്കലരി പായസം മാത്രമല്ല, മറിച്ച് മതേതരത്വത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ചില ജിഹാദി കുബുദ്ധികളുടെ അഹങ്കാരം കൂടിയാണ്. നടി റെനീഷ റഹീം ഭക്തിപുരസരം കൈകൂപ്പി ആറ്റുകാലമ്മയ്ക്ക് മുമ്പിൽ പൊങ്കാല അർപ്പിച്ചത് കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടത് ഇവിടെയുള്ള ചില സൈബർ താലിബാനികൾക്കാണ്. നീ ഞങ്ങളുടെ കൂട്ടത്തിലല്ലേ, നീ എന്തിനാ അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചുകൊണ്ട് വാളെടുക്കുന്നവർ കാണാതെ പോകുന്ന ഒരു സത്യമുണ്ട്. ഇത് സനാതനധർമ്മത്തിൻ്റെ മണ്ണാണ്. ഇവിടെ ഭക്തിയുടെ സൂര്യപ്രകാശത്തിന് മുന്നിൽ നിങ്ങളുടെ അജണ്ടകൾ വെന്തുരുകുകയുള്ളൂ. നമ്മൾ തിയേറ്ററിൽ കണ്ട കേരള സ്റ്റോറി വെറും ഒരു സിനിമാ കഥയാണെന്ന് കരുതി തള്ളിക്കളഞ്ഞവർക്ക് റെനീഷയുടെ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സ് ഒരു പാഠപുസ്തകമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഭാരതീയമായ ഒരു ആചാരത്തിൽ പങ്കെടുത്താൽ ആ പെൺകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ രീതി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആലോചിച്ചു നോക്കൂ. ഇത് തന്നെയാണ് ആ സിനിമയും ഉറക്കെ വിളിച്ചു പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ സ്വതന്ത്ര ചിന്തകളെയും വിശ്വാസങ്ങളെയും ചങ്ങലക്കിടാൻ നോക്കുന്ന ഈ മതമൗലികവാദ വൈറസുകൾ നാടിന് ക്യാൻസർ പോലെ ആപത്താണ്. റെനീഷയെ പോലെയുള്ളവർ കാണിക്കുന്ന ഈ ചങ്കൂറ്റം വെറും ഒരു പബ്ലിസിറ്റി മാത്രമല്ല, മറിച്ച് തന്നെ തളച്ചിടാൻ നോക്കുന്ന ഇരുണ്ട ശക്തികളോടുള്ള പച്ചയായ വെല്ലുവിളി കൂടിയാണ്. നോമ്പ് കാലത്താണോ നീ പൊങ്കാല ഇടുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് ഭക്തിയെക്കുറിച്ച് എന്ത് തേങ്ങയാണ് അറിയാവുന്നത്? ഭക്തി എന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലാതെ നിൻ്റെയൊക്കെ കുടുസായ നിയമപുസ്തകങ്ങൾ നോക്കിയിട്ടുള്ളതല്ല. ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് സർവ്വചരാചരങ്ങളിലും ദൈവമുണ്ട് എന്നാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ജിഹാദി മനസ്സുകൾക്ക് വേണ്ടുന്നത് വിഭജനമാണ്. BJP ഉയർത്തിപ്പിടിക്കുന്ന ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അടച്ചു പൂട്ടിയിടാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. ഇവർക്ക് സമാധാനമല്ല വേണ്ടുന്നത്, മറിച്ച് കേരള സ്റ്റോറിയിൽ കണ്ടതുപോലെ ഓരോ പെൺകുട്ടിയെയും തങ്ങളുടെ തടവറയ്ക്കുള്ളിലാക്കലാണ്. പക്ഷേ അവർ മറന്നു പോകുന്നത് റെനീഷയുടെ കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു വിശ്വാസികളും യഥാർത്ഥ ദേശീയവാദികളുമാണ് എന്നുള്ള സത്യമാണ്. മുസ്ലിം മതത്തിൽപ്പെട്ട പെൺകുട്ടി അമ്മയ്ക്ക് ഒരു പിടി പായസം കൊടുത്താൽ നിനക്കെന്താ ഇത്ര ചൊറിച്ചിലെന്ന് ചോദിക്കുന്ന സാധാരണക്കാരൻ്റെ യുക്തിക്ക് മുന്നിൽ ഇവർ വിറയ്ക്കുകയാണ്. റെനീഷയുടെ ഈ ധീരമായ നിലപാടിനെ BJPയെ സ്നേഹിക്കുന്ന, ഭാരതീയതയെ മാനിക്കുന്ന ഓരോ വ്യക്തിയും കൈയടിച്ചാണ് സ്വീകരിക്കുന്നത്. കാരണം മതത്തിനതീതമായി ഭാരതീയ പൈതൃകത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നും ഈ മണ്ണിൽ സ്ഥാനമുണ്ടാകും. വിശ്വാസങ്ങളെ തകർക്കാൻ വരുന്നവർക്ക് മുന്നിൽ തലകുനിക്കാതെ ഇത് എൻ്റെ നാടാണ്, ഇതെൻ്റെ വിശ്വാസമാണെന്ന് പറയുന്ന റെനീഷ ഒരു പ്രതീകമാണ്, മാറ്റത്തിൻ്റെ പ്രതീകം. മനുഷ്യത്വത്തെക്കുറിച്ച് വാചാലരാകുന്ന പല സാംസ്കാരിക നായകരും റെനീഷ നേരിടുന്ന ഈ സൈബർ ബുള്ളിങ്ങിന് മുന്നിൽ മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടാണത്? ഇവിടെയാണ് യഥാർത്ഥ വിവേചനം. ഹിന്ദു ആചാരങ്ങളെ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും ഫാഷനായി കൊണ്ടു നടക്കുന്നവർക്ക് ഒരു മുസ്ലിം പെൺകുട്ടി ഭക്തിയോടെ ഭഗവതിക്ക് മുന്നിൽ കൈകൂപ്പുന്നത് സഹിക്കാനാവുന്നില്ല. ഇതിന് പിന്നിൽ കൃത്യമായ ജിഹാദി അജണ്ടകളുണ്ട്. നമ്മുടെ നാടിൻ്റെ ഐക്യം തകർക്കാൻ നോക്കുന്ന ഇത്തരം വിഷവിത്തുക്കളെ മുളയിലെ നുള്ളണം. റെനീഷയെ പിന്തുണയ്ക്കുക എന്നത് കേവലം ഒരു വ്യക്തിയെ പിന്തുണയ്ക്കലല്ല, മറിച്ച് ഭാരതത്തിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കലാണ്. ജിഹാദികളുടെ വിരട്ടലിൽ വീണുപോകാത്ത പെൺകുട്ടികൾക്ക് റെനീഷ ഒരു മാതൃകയാണ്. ജിഹാദി കുബുദ്ധികൾ എത്രയൊക്കെ വിഷം ചീറ്റിയാലും ആറ്റുകാലമ്മയുടെ ചൈതന്യവും ഈ നാടിൻ്റെ സ്നേഹവും റെനീഷയ്ക്ക് ഒപ്പമുണ്ട്. കേരള സ്റ്റോറി സിനിമയിലൂടെ ലോകം അറിഞ്ഞ ആ കൈപ്പുള്ള സത്യങ്ങൾ ഇനിയും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഭാരതീയ സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയും നെഞ്ചിലേറ്റുന്നവർക്ക് എന്നും ഈ മണ്ണിൽ രാജകീയമായ സംരക്ഷണമുണ്ടാകും. റെനീഷയുടെ പൊങ്കാല അടുപ്പിൽ വെന്തുരുകിയത് വെറും വിദ്വേഷം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ ദേശീയ ഉണർവിൻ്റെ തുടക്കം കൂടിയാണ്. ഭാരതമെന്ന മഹാസംസ്കാരത്തിന് മുന്നിൽ സങ്കുചിത ജിഹാദി ചിന്തകൾക്ക് ഇനി അധിക കാലം പിടിച്ചു നിൽക്കാനാവില്ല. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചമയുന്ന കപടന്മാരെ തിരിച്ചറിയുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.